നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പടുകൂറ്റൻ യുദ്ധവിമാനങ്ങൾ പറന്നുയരാൻ പോവുകയാണ്. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? ഈ വിമാനം പറക്കാൻ വേണ്ട ഹൃദയം, അതായത് അതിന്റെ എഞ്ചിൻ ഇതുവരെയും പൂർണ്ണമായും നമ്മുടേതാണ് എന്ന് അവകാശപ്പെടാനാകില്ല. പക്ഷേ 2026 ഏപ്രിലിൽ ഒപ്പുവെച്ച ഒരു കരാർ ഇന്ത്യയുടെ വ്യോമയാന ചരിത്രം തന്നെ മാറ്റാൻ പോകുന്നു എന്നത് എടുത്തു തന്നെ പറയണം. ഇതൊരു സാധാരണ ഡീലല്ല. ഇത് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ശക്തി കൈമാറുന്ന ഒരു ഗെയിം ചേഞ്ചറാണ്. ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. എന്താണ് ഈ കരാറിന്റെ ഉള്ളറ? ഇന്ത്യക്ക് ഇനി സ്വന്തം ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ കഴിയുമോ? സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയിലെ GE എയ്റോസ്പേസും ചേർന്ന HALനോടൊപ്പം ഒപ്പുവെച്ച ഈ കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇത് വെറും ടെക്നോളജി ട്രാൻസ്ഫർ എന്ന പേരിൽ ഒരു പേപ്പർ ഡീൽ മാത്രമല്ല. ഇവിടെ ഏകദേശം 80% ഭാഗവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർമ്മാണത്തിലേക്കാണ്. അതായത് ഇന്ത്യക്ക് ഇനി ഒരു എഞ്ചിൻ നിർമ്മിക്കാൻ വേണ്ട അടിസ്ഥാനം തന്നെ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു സാധാരണ മലയാളിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, മുൻപ് നമ്മൾ ഒരു യന്ത്രം വാങ്ങി ഉപയോഗിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ ആ യന്ത്രം എങ്ങനെ ഉണ്ടാക്കണം എന്ന പാഠം തന്നെ പഠിക്കുകയാണ് നമ്മുടെ രാജ്യം. ഈ കരാർ കൊണ്ട് രണ്ട് വലിയ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നു. ഒന്നാമത്തേത്, ഇന്ത്യൻ എയർഫോഴ്സിന് ആവശ്യമായ ശക്തമായ എഞ്ചിൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി നിൽക്കുന്നത്, പ്രതിരോധ മന്ത്രാലയത്തിന് വിദേശ ആശ്രിതത്വം കുറയ്ക്കാൻ വലിയ രീതിയിൽ തന്നെ ഇതുവഴി സാധിക്കും എന്നതാണ്. അതാണ് ഈ ഡീലിന്റെ യഥാർത്ഥ വിജയം. ഇപ്പോൾ ഒരു ചോദ്യം, ഇത് ഇത്ര വലിയ കാര്യമാണെങ്കിൽ മുൻപ് ഇതുപോലൊരു കരാർ ഉണ്ടായിരുന്നില്ലേ എന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. ഉണ്ട്, GEF 404 എഞ്ചിൻ ഡീൽ. പക്ഷേ അതൊരു പാഠമില്ലാത്ത ചെലവായിരുന്നു എന്ന് തന്നെ പറയണം. GEF 404 എഞ്ചിൻ ഡീൽ അതങ്ങനെ എടുത്തു പറയാൻ കഴിയില്ല. കാരണം അതിൽ പണച്ചിലവ് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് വലിയ രീതിയിലുള്ള നേട്ടം, ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് പോലുള്ള ഒരു നേട്ടം അതിൽ നിന്നും ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. പക്ഷേ ഇപ്പോൾ കഥ പൂർണ്ണമായും മാറുകയാണ്. ഈ പുതിയ കരാർ കൊണ്ട് HALൽ എന്താണ് നടക്കാൻ പോകുന്നത്? പുതിയ നിർമ്മാണ കേന്ദ്രങ്ങൾ വരും. പുതിയ ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ ഉണ്ടാകും. ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് ആധുനിക നിർമ്മാണ രീതികൾ നേരിട്ട് പഠിക്കാൻ സാധിക്കും. അതാണ് ഭാവിയിൽ നമ്മളെ ശക്തരാക്കാൻ പോകുന്നത്. ഇനി കുറച്ച് കട്ടിയുള്ള വാക്കുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. ബ്ലിസ്ക് മെഷീനിങ്, എഞ്ചിന്റെ ഹൃദയഭാഗം കൃത്യമായി നിർമ്മിക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ടർബൈൻ ഡിസ്കുകൾ, ഉയർന്ന താപനില സഹിക്കുന്ന ഭാഗങ്ങൾ. അതുപോലെ തന്നെ ടൈറ്റാനിയം കേസിങ്ങുകൾ, വളരെ ലഘുവായതും ശക്തവുമായ പുറം ഘടകങ്ങൾ. ഫ്രിക്ഷൻ വെൽഡിംഗ്, ഭാഗങ്ങൾ ശക്തമായി ചേർക്കുന്ന സാങ്കേതിക വിദ്യ. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പോളിമർ കോമ്പോസിറ്റുകൾ, സെറാമിക് കോമ്പോസിറ്റുകൾ, ലേസർ ഡ്രില്ലിംഗ്, ഇവയെല്ലാം എഞ്ചിന്റെ പ്രകടനം ഉയർത്തുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ്. ഇന്ത്യ ഇതിനകം തന്നെ ലാബിൽ ചില കാര്യങ്ങൾ വിജയിച്ചിട്ടുണ്ട്. പ്രത്യേകം കോട്ടിങ്ങുകൾ, സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡുകൾ, ഹൈ ടെമ്പറേച്ചർ ഭാഗങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ നമ്മുടെ രാജ്യം കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ലാബിൽ നിന്ന് യഥാർത്ഥ യുദ്ധവിമാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കടമ്പ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി, അല്ലെങ്കിൽ ഒരു കടമ്പ എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു കടമ്പയായി നിലനിൽക്കുന്നത്. ഇത് വിജയിച്ചാൽ എന്താകും? ഇന്ത്യക്ക് സ്വന്തം ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറുമെന്നുള്ളതാണ്. ഇത് ലോകത്തിലെ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു കേപ്പബിലിറ്റി ഉള്ളൂ. ആ രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ ഇന്ത്യയും തലയെടുപ്പോടെ സ്ഥാനം പിടിക്കുമെന്നുള്ളതാണ്. 2026 ഏപ്രിലിലെ ഈ കരാർ ഒരു എഞ്ചിൻ ഡീൽ മാത്രമല്ല, ഇത് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ് കൂടിയാണ്. ഇന്ന് നമ്മൾ നിർമ്മാണം പഠിക്കുന്നു, നാളെ നമ്മൾ സ്വന്തം എഞ്ചിൻ ലോകത്തിന് വിറ്റഴിക്കും. അതായത് ഇന്ത്യ ഇനി വെറും വാങ്ങുന്ന രാജ്യമല്ല, നിർമ്മിക്കുന്ന രാജ്യമാകാനുള്ള വഴിയിലേക്കാണ് കടന്നിരിക്കുന്നത്.